അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ജൂലൈ 6 ഞായറാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. മൺമറഞ്ഞ മർഹൂം പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് 50 ആണ്ട് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ട പൂക്കോയ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇഖ്ബാൽ കല്ലുങ്ങൽ എഴുതിയിട്ടുള്ള ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ വിട പറഞ്ഞ് 50 ആണ്ട് തികയുകയാണ്. മുസ്ലിം കേരളത്തിലും അതുപോലെ തന്നെ മറ്റു എല്ലാവർക്കും ഒരു മറക്കാൻ ആവാത്ത ഒരു മുഖമാണ് മർഹൂം PMSA പൂക്കോയ തങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ചരിത്രങ്ങളിലൂടെ ഒക്കെ മറ്റ് ചരിത്ര പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് PMSA പൂക്കോയ തങ്ങളെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ കേൾവിയും അതുപോലെ തന്നെ ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു സമുദായത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി അദ്ദേഹം ജയിലിൽ വരെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട ഈ ലേഖനത്തിൽ, ഇഖ്ബാൽ കല്ലുങ്ങലിൻ്റെ ലേഖനത്തിൽ കൃത്യമായി ഇതൊക്കെ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ട മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ സന്ദർശിക്കുമ്പോൾ തറവാട്ട് വീടുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുറകിലുള്ള പാണക്കാട് മഹല്ല് ജുമാ മസ്ജിദൊക്കെ നമ്മൾ സന്ദർശിക്കാറുണ്ട്. ജുമാ മസ്ജിദിനോട് ചേർന്ന്, ആ പള്ളിയോട് ചേർന്ന്, ജുമാ മസ്ജിദിൻ്റെ ചുമരിനോട് ചേർന്ന് ഉള്ള ഒരു മക്ബറയിലാണ് പ്രിയപ്പെട്ട മർഹൂം PMSA പൂക്കോയ തങ്ങൾ അന്തി ഉറങ്ങുന്നത്. നമ്മളവിടെ ആ ഖബറ് നേരിട്ട് കാണാനും അതുപോലെ തന്നെ അവിടെ സിയാറത്ത് നടത്താനുമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളവിടെ സന്ദർശിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇനിയും നമുക്ക് പാണക്കാടും ഒക്കെ സന്ദർശിക്കുമ്പോൾ ഇനിയും നമുക്ക് അവിടങ്ങളിലൊക്കെ പ്രാർത്ഥന നടത്താനും അവരുടെയൊക്കെ പുണ്യം നമുക്ക് കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് അവസരം ഒരുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഈ പൂക്കോയ തങ്ങൾ എന്ന പുണ്യം എന്ന തലക്കെട്ടിൽ ഇഖ്ബാൽ കല്ലുങ്ങൽ എഴുതിയിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ ദീപ്തമായ സ്മരണകൾക്ക് ഇന്ന് 50 ആണ്ട്. 1975 ജൂലൈ 6 തങ്ങൾ വിടവാങ്ങിയത്. പാണക്കാട് മുഹമ്മദ് കോയക്കൊഞ്ഞി തങ്ങളുടെയും ഉമ്മു ഹാനിത്ത് ബീവിയുടെയും മകനായി ജനിച്ച തങ്ങളുടെ ഓർമ്മകൾ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ അടയാളപ്പെടുത്തലിൻ്റെ മഹാപ്രവാഹമായിരുന്നു തങ്ങൾ. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നിശാബോധം നൽകി തങ്ങളുടെ പക്വവും ദീർഘദർശനത്തോടെയുള്ള നിലപാടും സ്നേഹസാമീപ്യവും ജനസഹസ്രങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ അമരത്തേക്ക് പൂക്കോയ തങ്ങളുടെ കടന്നുവരവ് സുവർണ ചരിത്രം എഴുതുകയായിരുന്നു. പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമെത്തിയതും പൂക്കോയ തങ്ങളായിരുന്നു. സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ സങ്കടക്കടലിനും
വിചാരങ്ങളിലും തങ്ങൾ മഹാസ്പന്ദനമായിരുന്നു. കടലുണ്ടി പുഴയോരത്ത് പണക്കാട് കൊടപ്പനക്കൽ തറവാട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരുടെയും അഭയകേന്ദ്രമായിരുന്നു. പാതിരാത്രിയിലും സാന്ത്വനം തേടി അഷ്ടദിക്കുകളിൽ നിന്നുമുള്ള ജനപ്രവാഹം തങ്ങളുടെ മുമ്പിൽ സങ്കടക്കെട്ടയച്ചാൽ അതൊരു പരിഹാരവേദിയായിരുന്നു അവർക്ക്. ജനസഹസ്രങ്ങളുടെ നീതിപീഠം കൂടിയായിരുന്നു ആ തറവാട്. എത്ര പേരെത്തിയാലും ആരെയും മടക്കി അയക്കാതെയും എല്ലാവരെയും പുഞ്ചിരി തൂകി സ്വീകരിച്ച മഹാമനീഷിയായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. കേരള രാഷ്ട്രീയത്തിനോ സാന്ത്വനത്തിൻ്റെ നിറം പകർന്നു പൂക്കോയത്തങ്ങൾ. സ്വാതന്ത്ര്യ സമര പോരാട്ട വീതിയിലും തങ്ങൾ ജ്വലിച്ചു. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് 2 ആഴ്ച ജയിലിൽ കഴിയേണ്ടി വന്നു. ത്യാഗങ്ങളുടെ കൂടി ജീവിതമായിരുന്നു പ്രിയപ്പെട്ട തങ്ങളുടേത്. തങ്ങളുടെ പൂർവികരും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പാതയിലായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊണ്ടതിനു വെല്ലൂരിലേക്കു നാടുകടത്തപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ പേരമകൻ കൂടിയാണ് പൂക്കോയത്തങ്ങൾ. പിതാവ് കോയങ്ങി കോയത്തങ്ങൾ പൂക്കോയത്തങ്ങളുടെ ചെറുപ്പത്തിലെ മരണപ്പെട്ടിരുന്നു. പിതൃ സഹോദരൻ അലി പൂക്കോയത്തങ്ങളാണ് പിന്നീട് വളർത്തിയത്. പൂക്കോയത്തങ്ങൾക്ക് കൊടപ്പനക്കൽ തറവാട് നൽകിയതും അലി പൂക്കോയത്തങ്ങളായിരുന്നു. കൊടപ്പനക്കൽ തറവാട് വിശ്വത്തോളം വളർന്നു. ആ വീടിൻ്റെ സ്നേഹസാമീപ്യം അറിയാത്തവരും കേൾക്കാത്തവരും വിരളമായിരിക്കും. ദീർഘകാലം മുസ്ലിം ലീഗ് ഏറനാട് താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ച പൂക്കോയത്തങ്ങൾ 1973 ജനുവരി 19 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വഫാത്തായപ്പോൾ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആത്മീയ നേതാവ് കൂടിയായിരുന്നു പൂക്കോയത്തങ്ങൾ. സുന്നി യോജന സംഘം സംസ്ഥാന പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട്. 1973 സമസ്ത മുഷാവറയിൽ അംഗമായി. പട്ടിക്കാട് ജാമിയ നൂരിയ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ പൂക്കോയത്തങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. പട്ടിക്കാട് ജാമിയക്ക് തൻ്റെ സമ്പാദ്യമായ മുഴുവൻ സ്ഥലവും വിട്ടു നൽകിയതിൽ പട്ടിക്കാട് ബാപ്പു ഹാജിക്ക് പ്രേരണയായത് പൂക്കോയത്തങ്ങളായിരുന്നു. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങി നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ പണക്കാട് PMSA പൂക്കോയത്തങ്ങൾ ചെലുത്തിയ സ്വാധീനം നിർണായകമാണ്. ഒട്ടേറെ ആളുകളിൽ പൂക്കോയത്തങ്ങൾ സ്വാധീന ഘടകമായിരുന്നു. ജനങ്ങളുമായി എങ്ങനെ ഇടപഴകണമെന്ന് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണെന്ന് മക്കളായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതേ പാതയിൽ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും അടിവരയിടുന്നു. എത്ര ജനങ്ങൾ വന്നാലും അവരോടെല്ലാം സ്നേഹത്തോടെ മാത്രം പെരുമാറണമെന്ന് പഠിപ്പിച്ച പൂക്കോയത്തങ്ങൾ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പുഴയൊഴുക്കുകയായിരുന്നു. ജീവിത വഴിയിലെ വലിയ വെളിച്ചമായിരുന്നു പിതാവെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. ജീവിതത്തിലെ പ്രധാന സ്വാധീന ശക്തിയും പിതാവാണ്. ആ ഓർമ്മകൾ എന്നും പ്രചോദനമാണ്. ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് ഇറങ്ങിയ പിതാവ് ഉമ്മറത്ത് തണുത്തു വിറച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടു. എന്തോ വിഷമം അറിയിക്കാൻ രാത്രി കോരിച്ചിരിയുന്ന മഴയത്ത് പാണക്കാട്ടേക്ക് ഓടിയെത്തിയതാണ്. കാത്തിരിക്കാതെ തന്നെ വിളിച്ചുണർത്താമായിരുന്നില്ലേ എന്ന് പിതാവ് അവരോട് ചോദിച്ചു. കനത്ത മഴയത്ത് ആ പാവങ്ങളുടെ വിളി പിതാവ് കേൾക്കാതെ പോയതായിരുന്നു. അന്നു മുതൽ പുറത്തുനിന്നും വിളിച്ചാൽ കേൾക്കാൻ പാകത്തിൽ ജനൽ വാതിൽ തുറന്നിട്ട് വരാന്തക്കരിയിലായിരുന്നു പിതാവിൻ്റെ കിടപ്പ്. തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു പൂക്കോയത്തങ്ങളെന്ന് മുസ്ലിം ലീഗ്
ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വികാര വായ്പകളോടെയാണ് പറയാറ്. തൻ്റെ പഠനത്തിലും ജീവിതത്തിലുമെല്ലാം പൂക്കോയ തങ്ങളുടെ സ്നേഹവായ്പും കരുതലും വലിയ തുണയായിരുന്നു. ഓരോരുത്തർക്കും മറക്കാനാവാത്ത ജീവിതാനുഭവങ്ങൾ പകർന്നാണ് പൂക്കോയ തങ്ങൾ കൺമറഞ്ഞത്. പൂക്കോയ തങ്ങളുടെ അതേ പാതയിൽ മക്കൾ ഓരോരുത്തരും ജനസമ്പർക്കവും സ്നേഹവായ്പും പകർന്നു. ചൊവ്വാഴ്ചകളിലെ പുലർച്ചെ തുടങ്ങുന്ന തിരക്ക് പുലരുവോളം തുടരുന്ന കാഴ്ച പണക്കാട് മാത്രം. പൂക്കോയ തങ്ങൾ പകർന്നു നൽകിയ മാതൃക പണക്കാട് ഇന്നും മതമൈത്രിയുടെ ലോകം തീർക്കുകയാണ്. മലപ്പുറത്ത് എല്ലാ വർഷവും ഇതേ ദിവസം നടക്കുന്ന ഓർമ്മകളുടെ തീരം അതെന്നെ ജീവിതത്തിൻ്റെ അമരസ്മരണകളിൽ ഒന്നാണ്. പ്രിയപ്പെട്ട മർഹൂം PMSA പൂക്കോയ തങ്ങളെ കൃത്യമായി ഇക്ബാൽ കല്ലുങ്ങൽ, പ്രിയങ്കരനായ ഇക്ബാൽ കല്ലുങ്ങൽ പൂക്കോയ തങ്ങൾ എന്ന പുണ്യം എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെതായ ലേഖനം വളരെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു ലേഖനമാണ്. 50 ആണ്ട് തികയുന്ന ഈ ഘട്ടത്തിലും മർഹൂം പണക്കാട് PMSA പൂക്കോയ തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ഇന്നും നമ്മുടെ മനസ്സിൽ മനസ്സിനെ കോരിത്തരിക്കുകയാണ്. അരനൂറ്റാണ്ട് കഴിയുന്ന ഇന്നും പണക്കാട് മർഹൂം PMSA പൂക്കോയ തങ്ങൾ പാകിയ ആ വിത്ത്, അതിൻ്റെ ആ ഒരു അലയൊലി ഇന്നും പണക്കാട് തിരമുറ്റത്ത് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ കാലത്തിനനുസരിച്ച് ഉയർന്ന് പന്തലിച്ച് പ്രവർത്തിക്കുന്ന ആ പൊൻതാരകങ്ങൾ ഇന്ന് പ്രിയപ്പെട്ട PMSA പൂക്കോയ തങ്ങളുടെ പൊന്നോമന പുത്രൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തും അറിയപ്പെടുന്ന ഒരു നേതാവായി ഇന്ന് നിലകൊള്ളുകയാണ്. സോഷ്യൽ മാധ്യമങ്ങളൊക്കെ ഉയർന്നു വന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തറിയപ്പെടുന്ന ഒരു നേതാവായി, ലോകത്തറിയപ്പെടുന്ന ഒരു തറവാടായി പാണക്കാട് കൊടപ്പനക്കൽ തറവാട് മാറുകയാണ്. ഏത് വിഷയത്തിലും കൃത്യമായി ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു തറവാട്, അത് ഇന്നും അതിന് മറികടക്കാൻ പോകുന്ന ഒരു തറവാട് ഇന്നും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഈ ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര നിലനിന്നുകൊണ്ട് ആ ഊർജ്ജം നൽകി അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മതമൈത്രിയുടെയും മതസാഹോദര്യത്തിൻ്റെയും ഒക്കെ വായ്പായി അതിനൊക്കെ ഒരു മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ഒരു നേതൃത്വമായി എന്നും ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മരണപ്പെട്ട മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഈ 3 മക്കൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് മുൻപന്തിയിൽ നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കൾ മർഹൂം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ മൺമറഞ്ഞു പോയ മുഴുവൻ നേതാക്കളും അവരോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് മരണപ്പെട്ടവർ, അതുപോലെ തന്നെ സാധാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അവരോടൊപ്പം എല്ലാവരുടെയും ഒപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ജയ് മുസ്ലിം ലീഗ്.